പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി പൊന്നുപാദപടത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനവുമായിട്ട് നിൽക്കുവാനും ദൈവം ഇവിടുന്ന് കൃപ നൽകി. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ പരിപാലിച്ചല്ലോ, സഹായിച്ചല്ലോ. അവിടുത്തെ മഹത്വമുള്ളതായ ശുശ്രൂഷകൾ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്രകാരം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവിക രോഗശാന്തി എന്താണ് എന്നാണ് നാം ഇന്ന് രാത്രികാലം പഠിക്കുവാൻ പോകുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെക്കുറിച്ച് എന്താണ്, ദൈവിക ആലോചന എന്താണ്, ദൈവഹിതം എന്താണ്, ദൈവത്തിൽ നിന്ന് രോഗശാന്തി എങ്ങനെയാണ് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നതെന്ന് നമുക്ക് ഇന്ന് രാത്രികാലം നോക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ മലയിൽ നിന്നിറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുതേ. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. കർത്താവ് അവനെ സൗഖ്യമാക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതായി വഴിപാട് കഴിച്ചിട്ട് കുഷ്ഠരോഗി പുറംപറമ്പിൽ തള്ളപ്പെട്ടവർ അല്ലെങ്കിൽ പുറത്തായിരിക്കണം. എന്നാൽ അത് ശുദ്ധീകരണത്തിൻ്റെതായ ഒരു പ്രാർത്ഥനയും ഒരു ആരാധനയുണ്ട്. അതിന് ശേഷമേ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കുഷ്ഠരോഗിയായ മനുഷ്യർക്ക് സഭയിൽ കടന്നു പോകാൻ, അല്ലെങ്കിൽ ആരാധനാലയത്തിൽ കടന്നു പോകാൻ, പ്രവേശിക്കാനുള്ളതായ അനുവാദം ഉണ്ടായിരുന്നു എന്നാണ് പ്രൈസ് ദി ലോർഡ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കുഷ്ഠരോഗി കർത്താവ് അവൻ മലയിൽ നിന്നിറങ്ങി വന്നാറെ വളരെ പുരുഷൻ. മലയിൽ കർത്താവ് കടന്നു പോയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്, മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാരാണ് ഈ സുവിശേഷം എഴുതിയത്? 1-2 കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വചനത്തിൽ കിടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിൽ മശിഹായെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് അതാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ. യേശുവിൻ്റെ വംശാവലിയൊക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യഹൂദനാണെന്നുള്ള കാര്യം ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ ജനനം മിസ്രൈമിലേക്കുള്ള ഓടിപ്പോക്കും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മശിഹയുടെ പ്രവചനത്തിൻ്റെ മുന്നോടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മശിഹയുടെ സ്നാനം, മശിഹയുടെ പരീക്ഷ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷ, അതായത് ഗലീലെ പ്രാരംഭ ശുശ്രൂഷയുടെ സംഗ്രഹം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശിഷ്യത്വത്തിൻ്റെ വിവരണം ഇതിനകത്ത് കാണുന്നുണ്ട്. രാജ്യത്തിൻ്റെ വീര്യപ്രവൃത്തികൾ, രാജ്യത്തിൻ്റെ വിളംബര വിവരണം, രാജ്യത്തിൻ്റെ സാന്നിധ്യം, രാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചുള്ള വിവരണം, ആഹ്വാനം, രാജ്യത്തിൻ്റെ പ്രതിസന്ധി, രാജ്യത്തിൻ്റെ അംഗത്വം വിവരണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനായിട്ട് പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, വംശാവലി, സഹോദരങ്ങളുടെ കാര്യം, അതായത് മറിയയുടെ കാര്യം, ദേവാലയ ശുദ്ധീകരണം ഇതിനകത്ത് കാണുന്നുണ്ട്. യഹൂദന്മാരുമായുള്ള വിവാദങ്ങൾ, അല്ല ശാസ്ത്രിമാരും പരീശന്മാരും കർത്താവിനെ എതിർക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ഒലിവുമല പ്രഭാഷണത്തെക്കുറിച്ചും സംഭാഷണത്തെക്കുറിച്ചും യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള ഗൂഢാലോചന, ഇതെല്ലാം അവസാന അന്ത്യ അത്താഴം, ഇതൊക്കെയും ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം ഗെത്സമനയിലെ കർത്താവിൻ്റെ കഷ്ടത, കർത്താവിൻ്റെ ക്രൂശീകരണം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട്. സംസ്കാരം, പുനരുദ്ധാനം, സ്ത്രീകളുടെ മഹത്വമേറിയ കണ്ടെത്തൽ, വ്യാജ സാക്ഷികൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹാനിയോഗം, ഇതിനകത്തെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം സവിസ്തരമായി ഇത് മറപൊരുളുകളെ തിരിച്ചു പറയുന്ന ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. ഇത് എഴുതിയത് ചുങ്കക്കാരനായ മത്തായി തന്നെയാണ്, കർത്താവിൻ്റെ ശിഷ്യനായ മത്തായി തന്നെയാണ് എഴുതിയത്.
ഇത് മച്ചികയെ കുറിക്കുന്നതാണ്. ഈ ഈ മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ യേശു മച്ചികയാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അർത്ഥവത്തായ കാര്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രചനാകാലം AD 60കളിലാണ്. അതായത് ഇതിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ 1-2 കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ്തലോട് കർത്താവ് ധാരാളം നമ്മളെ അനുഗ്രഹിക്കണം. അപ്പോൾ പുതിയ നിയമത്തെ ജീവനുള്ള ദൈവത്തിൻ്റെതായ പ്രൈസ്തലോട് പുത്രനായ ക്രിസ്തുവിനെക്കുറിച്ച് ഇതിനകത്ത് കുറേ പറഞ്ഞിട്ടുണ്ട്. 16:16 അവതരിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തെ ഒന്നാമതായി ചേർത്തിരിക്കുന്നത് ഉചിതമായിരിക്കുന്നു. ഈ വേദപുസ്തക ഭാഗത്തെ ഗ്രന്ഥകർത്താവിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ മത്തായി തന്നെയാണ് ഇത് എഴുതപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ എന്നതിൽ AD 130 മുതൽ ആദിമ സഭാപിതാക്കന്മാർ ഏക അഭിപ്രായക്കാരാണ്. മർക്കോസിൻ്റെ സുവിശേഷം റോമർക്ക് വേണ്ടിയും മർക്കോസിൻ്റെ അല്ലെങ്കിൽ മുഖപുര കാണുക. ലൂക്കോസിൻ്റെ സുവിശേഷം തെയോഫിലോസിനെയും എല്ലാ ജാതീയ വിശ്വാസികൾക്കും വേണ്ടിയും ലൂക്കോസിൻ്റെ പുസ്തകം എഴുതപ്പെട്ടതാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം യഹൂദ വിശ്വാസികൾക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടത്. ഈ സുവിശേഷത്തിൻ്റെ യഹൂദ പശ്ചാത്തലം പല വിധത്തിൽ വ്യക്തമാണ്. 1, ദീർഘകാലമായി അവർ കാത്തിരുന്ന മശിക യേശു ആണ് എന്നവർക്ക് തിരിച്ചറിവുണ്ടായി. യഹൂദന്മാർക്ക് തെളിയിക്കുന്നതിന് പഴയ നിയമ വെളിപ്പാടുകളെയും വാഗ്ദത്തങ്ങളെയും പ്രവചനങ്ങളെയും ആശ്രയിച്ചിരുന്നു. 2, യേശുവിൻ്റെ വംശാവലി അബ്രഹാമിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് വെളിപ്പെടുത്തുന്നു. 3, യേശു ദാവീദ് പുത്രൻ നിന്ന് ആവർത്തിച്ച് പ്രഖ്യാപനം ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. 4, സ്വർഗരാജ്യം എന്ന പോലെ യഹൂദ ശൈലി ഉപയോഗിച്ചിരിക്കുന്നു. ദൈവരാജ്യം എന്നതിൻ്റെ പര്യായം ദൈവത്തിൻ്റെ നാമം നേരിട്ടുച്ചരിക്കുന്നതിൽ യഹൂദന്മാർക്ക് ദൈവ മനസ്യം കൊണ്ടാണ് സ്വർഗരാജ്യം എന്നവർ പറയുന്നത്. 5, മറ്റു സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യാതൊരു വിശുദ്ധീകരണവും കൂടാതെ യഹൂദാചാരങ്ങളെ പരാമർശിച്ചിരിക്കുന്നതായിട്ട് ഈ പുസ്തകത്തിലുടനീളം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എങ്കിലും ഈ സുവിശേഷം യഹൂദിനു വേണ്ടി മാത്രമുള്ളതല്ല. യേശുവിൻ്റെ സന്ദേശം പോലെ തന്നെ മത്തായിയുടെ സുവിശേഷം അത്യന്തകമായി സർവ്വസഭയ്ക്കും വേണ്ടിയുള്ളതാണ്. ഇതിൽ സുവിശേഷത്തിൻ്റെ സാർവത്രിക സ്വഭാവത്തെ സത്യസന്ധമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് എഴുതപ്പെട്ട കാലവും സ്ഥലവും തിട്ടമില്ല എങ്കിലും AD 70 മുമ്പേ പാലസ്തീനിൽ വെച്ചോ സിറിയൻ അന്ത്യോക്യയിൽ വെച്ചോ മത്തായി ഈ സുവിശേഷം എഴുതിയെന്ന് വിശ്വസിക്കുവാൻ മതിയായ കാരണങ്ങൾ, തെളിവുകൾ ഇതിനകത്ത് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 4 സുവിശേഷങ്ങളിലും ആദ്യമായി എഴുതപ്പെട്ടതെന്ന് പല വേദപണ്ഡിതന്മാർ പ്രസ്താവിക്കുമ്പോൾ ചിലർ ഈ സ്ഥാനം മർക്കോസിൻ്റെ സുവിശേഷത്തെയാണ് നൽകിയിട്ട് മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യമായിട്ട് സുവിശേഷത്തിൽ എഴുതപ്പെട്ടതെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് എഴുതാനുള്ള ഉദ്ദേശം എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. 1, തൻ്റെ വായനക്കാർക്ക് യേശുവിനെ ജീവിതത്തെക്കുറിച്ചും ഒരു ദൃക്സാക്ഷി വിവരണം നൽകുക. 2, യേശു ദൈവത്തിൻ്റെ പുത്രനും പഴയ നിയമ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നവനും അവൻ ദീർഘകാലമായി കാത്തിരുന്നവനും മശിക ആകുന്നുവെന്ന് താൻ വായനക്കാർക്ക് ഉറപ്പു നൽകുക. 3, ദൈവത്തിൻ്റെ രാജ്യം യേശുവിലും യേശുവിൻ്റെ കൂടെ മുമ്പെങ്ങും സംഭവിച്ചിട്ടില്ലാത്ത വിധം വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിക്കുക. തൻ്റെ വായനക്കാർ താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് മത്തായി ആഗ്രഹിച്ചു. യേശു ഒരു രാഷ്ട്രീയ മശിക എന്ന നിലയിലല്ല, ആത്മീക മശിക എന്ന നിലയിൽ വന്നതുകൊണ്ട് ഇസ്രയേൽ അവനെ വിശ്വസിക്കാതെ അവനെയും അവൻ്റെ രാജ്യത്തെയും നിരസിച്ചു കളഞ്ഞു. യുഗാന്ത്യത്തിൽ മാത്രമേ യേശു മഹത്വത്തിൽ രാജാവായി വരുമെന്ന് രാജ്യങ്ങളെ ന്യായം വിധിക്കുകയും ചെയ്യുന്നുള്ള അവർ വിശ്വസിച്ചിരുന്നു. യഹൂദന്മാരവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ വിശ്വസിക്കാതിരുന്നത്. എന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ലേഖനം അല്ല, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഒരു സുവിശേഷമാണ് നമുക്കിതിനകത്ത് കാണപ്പെടുന്നു. ഇതിനെ സവിശേഷമാക്കുന്ന ചില പ്രത്യേകതകളോട് പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. 7 പ്രത്യേകതകളുണ്ട് ഇത് സുവിശേഷം അല്ലെങ്കിൽ ഇതിൻ്റെ സുവിശേഷം. പുതിയ നിയമ സുവിശേഷങ്ങളിൽ ഏറ്റവും അധികം യഹൂദ ചായ്വുള്ള ഈ സുവിശേഷമാണ്. 2, യേശുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് രോഗശാന്തിയുടെയും വിടുതലിൻ്റെയും ശുശ്രൂഷയെക്കുറിച്ചുള്ള ഏറ്റവും ക്രമീകൃതമായ വിവരണം ഇതിലുണ്ട്. നിമിത്തം 2-ാം നൂറ്റാണ്ടിലെ സഭ പുതിയ
മാനസാന്തരികളെ പഠിപ്പിക്കുന്നതിനെ മത്തായിയുടെ സുവിശേഷത്തെ വളരെയധികം ആശ്രയിച്ചിരുന്നു. 3. 5 മുഖ്യ പ്രഭാഷണങ്ങളും യേശുവിൻ്റെ ഉപദേശങ്ങളിലെ ഏറ്റവും വിശുദ്ധമായ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഗലീലയിലെ ശുശ്രൂഷ, അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ മറ്റ് സുവിശേഷങ്ങളെക്കാൾ ഈ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെ പഴയ നിയമ നിവൃത്തിയെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 5. മറ്റ് സുവിശേഷങ്ങളെക്കാൾ ഇരട്ടിയധികം പ്രാവശ്യം ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന പ്രയോഗം ഇതിനകത്തെ കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. സുവിശേഷത്തിലുണ്ട്. രാജ്യത്തിൻ്റെ നീതിയുടെ ഉന്നത നിലവാരങ്ങളെക്കുറിച്ചും പാപം, രോഗം, ഭൂതങ്ങൾ, മരണം എന്നിവയുടെ മേൽ ദൈവരാജ്യത്തിന് ഇപ്പോഴുള്ള അധികാരത്തെക്കുറിച്ചും യുഗാന്ത്യത്തിൽ സ്വർഗരാജ്യത്തിനുണ്ടാവാനിരിക്കുന്ന അന്തിമ വിജയത്തെക്കുറിച്ചും മത്തായി ഊന്നി പറയുന്നു. സഭ യേശുവിനെ ഭാവി സമ്പത്താണെന്ന് പറയുന്ന ഒരേ ഒരു സുവിശേഷം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, രോഗം, പാപം, സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് കൂടുതൽ ഇതിനകത്ത് പറയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അനേക അറിവുകൾ ഇതിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ 2ാം വരവ്, പുനരുദ്ധാനം, കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളും കർത്താവ് ഉയർത്തെഴുന്നേറ്റത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 24-ാം അധ്യായത്തിലെ കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. സമയമില്ലാത്തതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. കുഷ്ഠരോഗി ശുദ്ധനായി എന്നാണ് നമ്മളിതിനകത്ത് വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് കർത്താവ് കുഷ്ഠരോഗി സൗഖ്യമാണ്? അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാൽ വളരെ പുരുഷൻ. മലയിൽ എന്തിനാണ് കർത്താവ് പോയത് എന്ന് തന്നെ നമുക്ക് പഠിക്കാൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മലയിൽ പോയത് പ്രാർത്ഥിക്കാനാണ്. കർത്താവ് എപ്പോഴും മലയിൽ ഏകാന്ത സ്ഥലത്തും കിടന്ന് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം കർത്താവിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദൽ മാത്രമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ വിടുതൽ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അവൻ ഇറങ്ങി വന്നാൽ വളരെ പുരുഷാരം പിന്തുടർന്നതിനിടയ്ക്ക് തന്നെ ഈ കുഷ്ഠരോഗി വന്ന് കർത്താവിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ആൾക്കാർ പുരുഷാരം അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കർത്താവിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട്. ആ കൂട്ടത്തിലെ ഈ കുഷ്ഠരോഗിയായ മനുഷ്യനും വെയിറ്റ് ചെയ്യുന്നു, കർത്താവിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തിനൊരു മറുപടി ദൈവം കൊടുക്കുന്നത്. അവൻ കൈ നീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട്. കർത്താവിനോട് പറഞ്ഞ്, കർത്താവിന് മനസ്സുണ്ടെങ്കിൽ, കർത്താവിനോട് ചോദിച്ചാൽ ഏതൊരു കാര്യം തരാത്ത, കർത്താവിന് മനസ്സില്ലാത്ത കർത്താവല്ല, മനസ്സലിവുള്ള ദൈവമാണ്. ദീർഘക്ഷമയും മഹാദയമുള്ള കർത്താവാണ്. അവൻ കൈ നീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി തീർന്നതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രിയരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു അവനോട്, നോക്ക്, ആരോടും പറയരുത്. പ്രൈസ് ദി ലോർഡ്. ശന്തലാദി റിമനഘടകൾ പ്രബലാദി കക്ഷ അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഗതിന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട്, പഴയ നിയമത്തിലുള്ള വഴിപാട് കൽപ്പിക്കുവാൻ. ഇങ്ങനെ ഒരു കാര്യം കർത്താവ് അവനോട് പറഞ്ഞു. അതിനുശേഷം പിന്നൊരു സൗഖ്യം അതിൻ്റെ താഴെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പുസ്തകം 8-ാം അധ്യായത്തിൽ 8:5 കാണുന്നുണ്ട്. അവൻ കവർണ്ണഭൂമിയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവനോടെ വന്നവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. ഞാൻ വന്നവനെ. അതിനെ ശതാധിപൻ, കർത്താവ് പറഞ്ഞത് ഇതാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം. എന്നാൽ കർത്താവിനോട് പറയുന്ന ആൻസർ ഇതാണ്. നല്ല മനുഷ്യനായ, അല്ലെങ്കിൽ പട്ടാളി മേധാവിയായ 100 പേർക്ക് അധിപതിയായ ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. അതിനെ ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരെ. എൻ്റെ ഭവനത്തിലെ പട്ടാള മേധാവി എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപതിയായി ഈ മനുഷ്യൻ കർത്താവിനോട് പറയുകയാണ്. കർത്താവും രാജാതി രാജാവുമായി കർത്താവിനോട് പറയുകയാണ്. ഭയങ്കര പണക്കാരനായി മനുഷ്യൻ പറയാണ്, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. അതുകൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് വരണ്ട. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം. അത്ര വിശ്വാസമായിരുന്നു ഈ ശതാധിപൻ എന്നുള്ള കാര്യം. കർത്താവെ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യം. അതിന് ശതാധിപൻ, കർത്താവെ,
അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഒരു യോഗ്യതയും എനിക്കില്ല. ഈ നാളുകളിൽ നമുക്കങ്ങനെ പറയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഒരു യോഗ്യത എനിക്കില്ല എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ, എൻ്റെ കർത്താവ് എൻ്റെ ഭവനത്തിൽ വരുവാൻ. നമ്മളങ്ങനെ സമ്മതിക്കണം, തെറ്റുകളെ സമ്മതിക്കണം, കുറവുകളെ സമ്മതിച്ച്. ഈ ശതാധിപൻ തെറ്റുകളെയും കുറവുകളെയും സമ്മതിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജാതികനായ ഒരു മനുഷ്യനാണ്, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, അർഹതയുമില്ല. അതുകൊണ്ട് അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകും എന്ന് പറഞ്ഞു വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ ആകുന്നു, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിന്തുള്ളുന്നവരോട് 10-ാം വാക്യത്തിൽ പറയുന്നു, 8:10 പറയുന്നു. അത് കേട്ടിട്ട് കർത്താവ് ഇവനെ അതിശയം വരുമാറുള്ള വാക്കായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടത്. ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അന്നത്തെ വിശ്വാസികൾക്ക് പോലും അങ്ങനൊരു വിശ്വാസം ഞാൻ കാണാൻ കഴിഞ്ഞില്ല. വലിയ വിശ്വാസം എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് യേശു കർത്താവ് പ്രീസ്തലോടെ അവിടെ നിന്ന ആൾക്കാരോടെല്ലാം ഇങ്ങനെ പറയാനിടയിൽ. പ്രീസ്തലോട് ശന്തലാതി ഡവലകടകലാതി ഹർഷക്കടകല ആമേൻ. പ്രീസ്തലോടെ. എന്നാൽ നമ്മൾക്ക് എങ്ങനെയാണ് രോഗശാന്തി ലഭിക്കുന്നത്? പ്രീസ്തലോട്. നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ രോഗശാന്തി നമുക്ക് വരും, നമുക്കുണ്ടാകും. നമ്മളങ്ങ് കർത്താവിനെ അങ്ങ് വിശ്വസിക്കുക. അങ്ങനെ എന്താ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസലോടെ. 1 തീഷ്ണതയോടുള്ള സുവിശേഷം, നീതിക്ക് വേണ്ടിയുള്ള ശുഷ്കാന്തി, അത്ഭുത പ്രവൃത്തികൾ ഇവ കാലഘട്ടത്തിൽ സാത്താൻ്റെ സ്വാധീനത്തിലും ശക്തിയിലും ചെയ്യുവാനും വെളിപ്പെടുത്തുവാനും കഴിയുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പൗലോസ് സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നവരാകിയാൽ അവൻ്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷയുടെ വേഷം ധരിച്ചു അതിശയിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ. അതുകൊണ്ട് കർത്താവ് താക്കീത് ചെയ്ത് പറയുകയാണ്, ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ, സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവരെ സൗഖ്യമാക്കാൻ കഴിയും. പലപ്പോഴും ദൈവവചനത്തോട് ആത്മാർത്ഥമായി പ്രതികരിക്കുന്ന ജനത്തിന് രക്ഷയോ രോഗസൗഖ്യമോ നൽകുവാൻ വ്യാജ പ്രസംഗത്തിലൂടെയുള്ള സാത്താൻ്റെ പ്രവൃത്തികളെ ദൈവം മറികടന്ന് പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലയളവിൽ നമ്മൾ നോക്കുമ്പോൾ വ്യാജ പ്രസംഗം അല്ലെങ്കിൽ വ്യാജമായ സുവിശേഷീകരണമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വാസം ഈ മനുഷ്യനെ പോലെ പറഞ്ഞ് അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. അപ്പം എത്ര വലിയ വിശ്വാസമായിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരോട് നാം സുവിശേഷം പറയുകയും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവിക രോഗശാന്തി കാണുവാൻ നമുക്ക് കഴിയും. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം കൂടെ വായിക്കാം. മത്തായി 8:16-17. വൈകുന്നേരം ആയപ്പോൾ പല ഭൂതഗ്രസ്തന്മാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ഭൂതാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു. യേശയ്യാപ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാനിടയായി. കർത്താവിൻ്റെ വചനത്തിൽ കൂടി പറഞ്ഞ കാര്യങ്ങളെല്ലാം കർത്താവ് നിവർത്തിക്കാനായിട്ട് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. സന്തലാദ്രി മനഘടകലാതി സ്വർഗത്തിൻ്റെ ഓമനകുമാരനായ പുത്രനായ കർത്താവിന് ഇതൊന്നും വേണ്ടിയിരുന്നില്ല എങ്കിലും പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തരുവാൻ ദൈവത്തിന് കനിവുണ്ടായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജഡത്തിലായിരിക്കുന്ന നാം പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നുപോയി ആ ദൈവിക രോഗശാന്തി അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ കഴിയാതവണ്ണം ആയിരിക്കുമ്പോഴും കർത്താവിൻ്റെ ആ വചനത്തിൽ പറയുന്നു, വൈകുന്നേരമായപ്പോൾ മത്തായി 8:16-17 പല ഭൂതഗ്രസ്തന്മാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ഭൂതാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം നൽകി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യേശയ്യാ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്, വ്യാധികളുണ്ട്, വൈശാചിക മണ്ഡലം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെയും നമ്മൾ ജയം പ്രാപിച്ചുകൊണ്ട് കർത്താവ് വാക്കുകൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കി. വ്യാധിയുടെയും രോഗത്തിൻ്റെയും പ്രശ്നം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രശ്നമായി കൂട്ടി തുന്നപ്പെട്ടിരിക്കുന്നു. ഇവ വീഴ്ചയുടെ ഭവിഷ്യത്തുകളാണ്. ദൈവശാസ്ത്രം വ്യാധിയുടെയും രോഗത്തിൻ്റെയും കാരണങ്ങൾ ശാരീരികമോ മനഃശാസ്ത്രപരമോ ആണെന്ന് പറയുമ്പോൾ വേദപുസ്തകം പറയുന്നത് ആത്മീക കാരണങ്ങളാണ്.
അവയ്ക്ക് അടിസ്ഥാനമായി പറയുന്നത് അതേ രണ്ട് വിധമാണ്. ഒന്ന് പാപം, അത് നമ്മുടെ ആത്മീകവും ശാരീരികമായ ഘടനയെ ബാധിച്ചിരിക്കുന്നു. ഉദാഹരണമായി യോഹന്നാൻ 5 മുതൽ 14 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കാണാം. 2 സാത്താൻ, പ്രവൃത്തി 10:38 മർക്കോസ് 9:17, 20:25, ലൂക്കോസ് 13:11 നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവിക വീണ്ടെടുപ്പിൻ്റെ കരുതൽ വീഴ്ചയുടെ ഭവിഷ്യത്തുകളെ പോലെ തന്നെ വിശാലമാണ്. പാപത്തിന് ദൈവം പാപക്ഷമ നൽകുന്നു. മരണത്തിന് ദൈവം നിത്യജീവനും പുനരുദ്ധാന ജീവനും പ്രീസ്തലോട് നൽകുന്നു. ആമേൻ. പ്രീസ്തലോട് നൽകിത്തരുന്നു. രോഗത്തിനും ദൈവം രോഗസൗഖ്യം നൽകുന്നു. അതേപോലെ തന്നെ സങ്കീർത്തനം 103:1 മുതൽ 5 വരെ, ലൂക്കോസ് 5:17, 26. യേശുവിന് ഐഹിക ജീവകാലത്തെ അവൻ്റെ ശുശ്രൂഷ തീവ്രമായിരുന്നു. ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കുക, മാനസാന്തരം പ്രസംഗിക്കുക, പ്രപഞ്ചത്തിൻ്റെ പ്രശ്നം, പാപത്തിൻ്റെ പ്രശ്നം, ദൈവരാജ്യത്തിലെ അനുഗ്രഹങ്ങൾ പ്രസംഗിക്കുക, അല്ലെങ്കിൽ ജനത്തിൻ്റെ എല്ലാവിധ ദീനങ്ങളെയും വ്യാധികളെയും രോഗങ്ങളെയും സൗഖ്യമാക്കുക എന്നതായിരുന്നു കർത്താവിൻ്റേതായ പ്രത്യേകമായ ഉദ്ദേശമെന്ന് നമുക്കറിയാം. കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നേടിയെടുക്കാനാണ്, ആത്മാക്കളെ നേടുവാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിമഴ ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ച് അവരെ ദൈവം പാപത്തിൽ നിന്ന് വിടുവിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്നെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോരുത് പ്രിയപ്പെട്ടവരെ. രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം തിരുവെഴുത്തുകളിൽ എന്താണ് പറയുന്നത് നമുക്ക് വേണം. 4 പ്രധാന രീതികൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. 1, ദൈവത്തിൻ്റെ വാഗ്ദത്തം. പ്രീസ്തലോട് പുറപ്പാട് 15:26 തൻ്റെ ജനം തൻ്റെ കൽപ്പനകളോടും ചട്ടങ്ങളോടും വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ അവർക്ക് ആരോഗ്യവും രോഗസൗഖ്യവും ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പ്രീസ്തലോട് വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ആരോഗ്യവും രോഗസൗഖ്യവും ദൈവം കൊടുക്കത്തുള്ളൂ എന്നുള്ളത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം 2 വിധത്തിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു ബാധയും അല്ലെങ്കിൽ രോഗവും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ വീണ്ടെടുപ്പുകാരനാകുന്നു. പഴയ നിയമത്തിൽ ഉടനീളം ദൈവജനം ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയും അവൻ്റെ വചനത്തെ അന്വേഷിക്കുകയും ചെയ്ത കാലങ്ങളിൽ ദൈവം അവരുടെ സൗഖ്യദായകനായിരുന്നുവെന്ന് നമുക്ക് 2 രാജാവ് 20:5 സങ്കീർത്തനം 103:3 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിനോട് നിലവിളിക്കുന്ന ആ സമയത്ത് തന്നെ അവരെ സൗഖ്യമാക്കിയിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കർത്താവ്. പ്രീസ്തലോടെ 2, യേശുവിൻ്റെ ശുശ്രൂഷ. ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ യേശു ദൈവത്തിൻ്റെ പ്രകൃതിയുടെയും സ്വഭാവത്തിൻ്റെയും പ്രതിഫലനമാണെന്ന് എബ്രായർ 1:3 കൊലോസ്യർ 1:15, 2:9 യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷയിൽ അവൻ ദൈവത്തിൻ്റെ ഹിതത്തെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി ശുശ്രൂഷിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രീസ്തലോടെ സകല 10:38 യോഹന്നാൻ 6:38, 14:10 സകല വ്യാധിക്കാരെയും പിശാചു ബാധിച്ചവരെയും സൗഖ്യമാക്കുന്നത് ദൈവത്തിൻ്റെ ഹിതവും അല്ലെങ്കിൽ സ്വഭാവവും ദൈവത്തിൻ്റെ ഉദ്യോഗമായിരുന്നു എന്നുള്ള കാര്യം നാം കർത്താവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ചുമതലയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവത്തിൻ്റെതായ പ്രീസ്തലോട് ഹല്ലേലൂയ ഉദ്യോഗമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗം. യെശയ്യാ 53:4, മത്തായി 8:16 മനുഷ്യനെ സമ്പൂർണമായും ആത്മാവ് ദേഹം ദേഹി വീണ്ടെടുക്കുന്നതിന് യേശുവിൻ്റെ പാപപരിഹാര മരണം മതിയായതും സമ്പൂർണമായതുമാകുന്നു. നമ്മെ നശിപ്പിക്കുന്നതിനെ സാത്താൻ നിർത്തിയിരിക്കുന്ന 2 മഹാമല്ലന്മാരായ പാപത്തിനും രോഗത്തിനും അവർ മഹാമല്ലന്മാരാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ നമ്മുടെ ജീവിതത്തിൽ പിശാച് പാപത്തിൻ്റെ രോഗം അല്ലെങ്കിൽ പ്രീസ്തലോട് ഹല്ലേലൂയ രോഗത്തിനും പാപവും അതായത് നമ്മെ നശിപ്പിക്കേണ്ടതിനെ സാത്താൻ നിർത്തിയിരിക്കുന്ന 2 മഹാമല്ലന്മാരായ പാപത്തിനും രോഗത്തിനും പരിഹാരമായി പാപക്ഷമയും രോഗസൗഖ്യവും ദൈവം നൽകിയിരിക്കുന്നു. അവൻ നമ്മെ വീണ്ടെടുക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 103:3, യാക്കോബ് 5:14-16 ശരീരത്തിൻ്റെ രോഗസൗഖ്യം ഉൾപ്പെടെ ക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിലൂടെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന സമ്പൂർണ്ണ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് വിശ്വാസി താഴ്മയിലും വിശ്വാസത്തിലും മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ഊന്നി പറയുന്നതായിട്ട്
നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയരെ, പ്രീസ്തലോട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഇരിക്കട്ടെ. രോഗസൗഖ്യം എങ്ങനെ നമ്മൾ പ്രാപിച്ചെടുക്കണം എന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 4, സഭയുടെ വർത്തമാന കാല ശുശ്രൂഷ. ദൈവരാജ്യത്തിൻ്റെ വിളംബരത്തിൻ്റെ ഭാഗമായി രോഗികളെ സൗഖ്യമാക്കുവാൻ യേശു തൻ്റെ 12 ശിഷ്യന്മാർക്ക് നിയോഗം നൽകി അയക്കുന്നതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 9:12 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രീസ്തലോടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ഇതേ ശുശ്രൂഷ ചെയ്യുന്നതിനും യേശു 70 ശിഷ്യന്മാരെ നിയോഗിച്ചു. ലൂക്കോസ് 10:18, 9:19. പെന്തക്കോസ്തിന് ശേഷം ആദിമസഭ സുവിശേഷം സഭാമുഖാന്തരം ദൈവത്തിൻ്റെ സൗഖ്യദായക ശക്തി വെളിപ്പെടുത്തിയ 3 വിധങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. 1, രോഗിയുടെ മേൽ കരം വയ്ക്കുക. മർക്കോസ് 16:15 മുതൽ 18 വരെ. പ്രവൃത്തി 9:17. അറിയപ്പെടുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ ശേഷം രോഗികളുടെ മേൽ മൂപ്പന്മാർ എണ്ണ പൂശി പ്രാർത്ഥിക്കുക. യാക്കോബ് 5:14-16. രോഗശാന്തിയുടെ ആത്മീയ കൃപാവരങ്ങൾ. 1 കൊരിന്ത്യർ 12:9. ചിലപ്പോൾ ദൈവിക രോഗശാന്തി പ്രാപിക്കുന്നതിന് തടസ്സങ്ങളുണ്ടാകാം. ഉദാഹരണമായി, 1, ഏറ്റു പറഞ്ഞിട്ടില്ലാത്ത പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ രോഗശാന്തി നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. യാക്കോബ് 5:16. പിശാചിൻ്റെ വാദ അഥവാ ബന്ധനം ഉണ്ടെങ്കിൽ. ലൂക്കോസ് 13:11-13. 3, ഭയം അഥവാ ഭയങ്കരമായ ഉത്കണ്ഠ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് രോഗസൗഖ്യം പ്രാപിക്കാൻ കഴിയത്തില്ല. മുൻകാല നിരാശകൾ ഇപ്പോഴത്തെ വിശ്വാസത്തെ തകിടം മറിക്കുന്നത്. മർക്കോസ് 5:26, യോഹന്നാൻ 5:5. ഇതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വേദപുസ്തക വിരുദ്ധമായ പഠിപ്പിക്കലുകൾ, അവിശ്വാസം, അതായത് ജഡീക സ്വഭാവം, മറ്റ് ചില സന്ദർഭങ്ങളിൽ ദൈവമക്കളിൽ ശാരീരിക വ്യാധികൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം വ്യക്തമാകാതെ ഇരിക്കാം. പക്ഷേ മറ്റ് അവസരങ്ങളിൽ ദൈവം തൻ്റെ വിശുദ്ധന്മാരെ സ്വർഗത്തിലേക്ക് ചേർത്തുകൊള്ളുവാൻ രോഗാവസ്ഥയിൽ പ്രസാദിക്കുന്നു. ചിലർ തൻ്റെ വിശുദ്ധന്മാർ മരിക്കുന്ന രോഗാവസ്ഥയിൽ കൂടി ആയിരിക്കും എന്നുള്ള കർത്താവിൻ്റെ കൽപ്പന ഉണ്ട് അതിനകത്ത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗസൗഖ്യത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നിങ്ങൾ ദൈവത്തോടും മറ്റുള്ളവരോടും ശരിയായ ബന്ധത്തിൽ തന്നെ ആയിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രോഗസൗഖ്യം ഉണ്ടാകുകയുള്ളൂ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം അനുസരിച്ച് നീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രോഗസൗഖ്യം ഉണ്ടാകത്തുള്ളൂ. പിശാച് ബന്ധിച്ചു കഴിഞ്ഞാൽ ആ രോഗസൗഖ്യം ഉണ്ടാക്കുന്നത് എവിടുന്നാണ് നമ്മളുടെ റൂട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവത്തോടും മനുഷ്യരോടും ശരിയായ ബന്ധത്തിൽ തന്നെ ആയിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം അന്വേഷിക്കുക. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുന്നത് യേശുവാണ്. യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് ഉള്ളതായ ഒരു കാര്യം നമുക്കിവിടെ കാണാൻ കഴിയും. യഥാർത്ഥമായ വിശ്വാസം ഉള്ള ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിടെ സൗഖ്യം തരുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ പൂരിതമാക്കുക. യോഹന്നാൻ 15:7, റോമർ 10:37. 4, നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നില്ല എങ്കിൽ കർത്താവിൽ തന്നെ വസിച്ചു കൊള്ളുക. യോഹന്നാൻ 15:1 മുതൽ 7 വരെ. നിങ്ങളുടെ ജീവിതം പരിശോധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തുവാനാണ് ദൈവം ശ്രമിക്കുന്നത് എന്ന് വിചിന്തിക്കുക. 5, സഭയിലെ മൂപ്പന്മാരുടെയും കുടുംബങ്ങളുടെയും സ്നേഹിതന്മാരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുക. രോഗശാന്തിയുടെ ആദരണീയമായ ശുശ്രൂഷയുള്ള ഒരു വ്യക്തി സംബന്ധിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ നമ്മൾ പാവങ്ങളെ, അറിയാവുന്ന പാവങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശക്തിയിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. മത്തായി 7:8. രോഗസൗഖ്യം ലഭിക്കുമ്പോൾ സന്തോഷിക്കുക. നാഴികയിൽ രോഗശാന്തി ലഭിക്കുന്നില്ല എങ്കിലും സന്തോഷിക്കുക. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ ദൈവം പ്രാർത്ഥനയെ നിരസിക്കുന്നതല്ല എന്നറിയുക. ചിലപ്പോൾ ദൈവത്തിന് ഇതിലും വലിയ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം. അത് നിറവേറ്റപ്പെടുമ്പോൾ ദൈവത്തിന് കൂടുതൽ മഹത്വം ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾ സമർപ്പിക്കപ്പെട്ട ഒരു വിശ്വാസമാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുമെന്ന് ഗ്രഹിക്കുക.
വൈദ്യ ശുശ്രൂഷ ശാരീരികമായി ഉപയോഗിക്കുന്നത് വേദപുസ്തകം അംഗീകരിക്കുന്നു. അപ്പം നമ്മൾ പോയി വൈദ്യന്മാരെ ആശ്രയിക്കരുതെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നില്ല. പ്രിയപ്പെട്ടവർ, ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കരുതൽ വിടുതൽ എന്താണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വായിച്ച കുറുവാക്യത്തിലേക്ക് മടങ്ങി വരാം. ദൈവിക രോഗശാന്തി എന്താണ്? മത്തായി 8:16-17. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തന്മാരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. പ്രൈസ്തലോട് വ്യാധികളെ ചുമന്നു എന്ന് യേശുവ പറഞ്ഞു. അപ്പോൾ കർത്താവ് വാക്കുകൊണ്ട് തന്നെയായിരുന്നു രോഗസൗഖ്യം കൊടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നത്തേതായ ക്രിസ്ത്യ ജീവിതത്തിലോ ഇന്നത്തായ പ്രവൃത്തികളൊന്നും അത് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഈ നാളുകളിൽ ദൈവസ്ഥനിൽ നിന്നുള്ള ക്ലിയർ ചെയ്ത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തും ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഏതെന്ന് വീണ് റൂട്ട് മനസ്സിലാക്കിക്കൊണ്ട് രോഗികളായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തലോടെ അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കാണും വരെയും ദൈവം ചിറകളിൽ മറക്കട്ടെ. God bless you.